ഗ്രേസ് 9 മാസം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ബ്ലോസം വാലി ഫാമിലി എല്ലാവരും. ഇന്ന് ഗ്രേസ് അയർലൻഡിലേക്ക് മടങ്ങിപ്പോകാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. 9 മാസം മുമ്പ് ഇവിടെ വന്ന ഗ്രേസും ഇന്ന് മടങ്ങിപ്പോകുന്ന ഗ്രേസും ഒത്തിരി ആകുലതയോടെയാണ് ഇവിടെ നിങ്ങൾ വന്നത്. ഒത്തിരി സങ്കടം ഉണ്ടായിരുന്നു. ഇന്ന് എങ്ങനെ സന്തോഷമായിട്ട് പോകാൻ പറ്റുന്നുണ്ടോ? തീർച്ചയായിട്ടും. ആദ്യത്തെ അവസ്ഥയിൽ നമുക്ക് തന്നെ അതെ ഞങ്ങൾക്ക് ഒരവസ്ഥയായിരുന്നു. മുഖത്ത് കൂടി നോക്കത്തൊന്നുമില്ലായിരുന്നു. ആ അവസ്ഥയിൽ നിന്ന് അവർക്ക് മാറി ഒന്നും സംസാരിക്കില്ലായിരുന്നു. ഒന്നും സംസാരിക്കാൻ ഞങ്ങളെ ഒരു വാക്ക് പോലും പറയില്ല. ഇല്ലായിരുന്നു. അപ്പം ബധിരയായ കൊച്ചാണോ നമുക്ക് മനസ്സിലാക്കാൻ അന്ന് തോന്നിയിട്ടുണ്ട്. അവിടെ വന്നു കഴിഞ്ഞ് മുഖത്ത് കൂടി നോക്കാൻ വന്നു കഴിഞ്ഞാൽ അതുപോലെ അവർക്ക് ഹൈപ്പർ ആക്ടിവിറ്റീസും ഉണ്ടായിരുന്നു. ഐ ലവ് യു എന്നും അങ്ങനെ അവള് എല്ലാം സംസാരിക്കും. അതുപോലെ അപ്പച്ചനമ്മച്ചി എല്ലാവരും ബന്ധങ്ങളെല്ലാം തിരിച്ചറിയാം. പിന്നെ വെജിറ്റബിൾസ് എല്ലാം പഠിച്ചു, ഫ്രൂട്ട്സ് എല്ലാം പഠിച്ചു, ബോഡി പാർട്സ്, വാഹനങ്ങള്. പിന്നെ അവള് സ്പെഷ്യലായിട്ട് പഠിച്ചത് അപ്പങ്ങള്. എന്തെല്ലാം അപ്പങ്ങളുണ്ടെന്ന് വെച്ചാൽ അവരെല്ലാം എണ്ണി പറയും. ABCD വലിയ ഏത് വണ്ടിയുടെയും നമ്പറുകൾ KL5692 വലിയ ആയിരുന്നു. അതുപോലെ വലിയ എല്ലാം എങ്ങനെ മത്സ്യം തിരിച്ചു ചോദിച്ചാൽ സ്പീച്ച് തെറാപ്പി എടുക്കുന്ന മഞ്ജു, പക്ഷി തെറാപ്പി എടുക്കുന്ന ടീന. ഇപ്പം ടീന എൻ്റെ മകനോട് സംസാരിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇതുപോലെ തന്നെ മാറി ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ടീന വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, നിങ്ങളെ കൊച്ചിനെ ഞങ്ങൾ അങ്ങനെ തന്നു വിടത്തില്ല. അങ്ങനെ ആധികാരികമായിട്ട് പറയുന്നത് വേറെ ഒരു സ്ഥലത്ത് അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വളരെ ഇതായിട്ട് പറഞ്ഞു. അപ്പോൾ അവർക്കത് അന്നേരമാണ് അവർക്കത് ഉൾക്കൊണ്ടത്. യഥാർത്ഥത്തിൽ ഈ കുഞ്ഞിനെ അപ്പനും അമ്മയല്ലേ നിങ്ങൾ എന്തെങ്കിലും ഒരു ടീന എന്ന് ചോദിച്ചു. ഇവിടെ വന്നു കഴിഞ്ഞാൽ 1 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ അവൾ മുഖത്തൊക്കെ നോക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് പിന്നെ അവിടെ ഈ മറ്റേ അവിടെ മേശപ്പുറത്തും മറ്റേ ജനലിലൊക്കെ പിടിച്ച് കയറുമായിരുന്നു. അതൊക്കെ അങ്ങ് നല്ലൊരു ഹൈപ്പർ കുറഞ്ഞു. പക്ഷെ അവർക്ക് നല്ല പ്രോഗ്രസ് ഉണ്ട്. അതിന് ഞങ്ങൾക്ക് പ്രസംഗത്തോട് എത്ര നന്ദി പറഞ്ഞാൽ പ്രത്യേകിച്ച് അച്ഛനതിൻ്റെ ഞാൻ ഇവിടെ വന്നിരിക്കുമ്പോൾ ഞാൻ അതെ അച്ഛനിപ്പം ലോഹ ഇട്ടിട്ടില്ല. അച്ഛനെ കാണുമ്പോൾ അച്ഛനാണെന്നുള്ളതായ കാര്യമല്ലത്. നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ കേൾക്കാൻ പറഞ്ഞാൽ എന്ത് പറഞ്ഞാലും ട്രാൻസ്ഫറുള്ള കൊച്ചായിട്ട് തന്നെ നിങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പൊ എല്ലാവരും പേര് വിളിക്കും. എല്ലാവരും പേര് പറയും. ഓക്കെ. അപ്പൊ ഞങ്ങൾ സന്തോഷത്തോടെയാണ് ഞങ്ങൾ പോകാനായിട്ട് ഇത് ചെയ്തു തന്നേനെ. ഓക്കെ, താങ്ക് യു. പ്രാർത്ഥിക്കുക. നമുക്ക് പരസ്പരം പ്രാർത്ഥന ഓർക്കാം. എന്താവശ്യം ഉണ്ടെങ്കിലും എപ്പോഴും വിളിക്കാം, ഉറപ്പായിട്ടും.